അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം, യോജിപ്പിക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് മൂന്നാമത്തെ ഭാഗത്തു നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേത് നോക്കാം, ദിക്ർ കൊണ്ട് ലഭിക്കും. അപ്പോൾ ദിക്ർ കൊണ്ട് ലഭിക്കുന്നത് സമയം കൊല്ലൽ എന്നുള്ളതാണോ, അല്ലെങ്കിൽ നഖം മുറിക്കൽ എന്നാണോ, ഇഹ്സാൻ എന്നാണോ, മനസ്സമാധാനം എന്നാണോ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നാണോ, മദ്ഹ് ചെയ്യൽ എന്നാണോ? അപ്പോൾ ഏതാണോ ഒന്നാമത്തതിനോട് യോജിച്ചത് അതെടുത്തെഴുതാനാണ് പറയുന്നത്. ദിക്ർ കൊണ്ട് ലഭിക്കും, അതേതാണ്? മനസ്സമാധാനം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മനസ്സമാധാനം എന്ന് എടുത്തെഴുതുക. രണ്ടാമത്തത് മുഅ്മിനീങ്ങൾക്ക് ഒട്ടും പാടില്ലാത്തത്, അതെന്താണ്? സമയം കൊല്ലൽ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സമയം കൊല്ലൽ എന്ന് എഴുതി ചേർക്കുക. ഇനി മൂന്നാമത്തത് വെള്ളിയാഴ്ചയാവലാണ് സുന്നത്ത്. എന്തിനാണ്? നഖം മുറിക്കൽ. ഇനി നാലാമത്തത് എല്ലാത്തിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നുള്ളത് എടുത്തെഴുതുക. ഇനി അഞ്ചാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്നു. എന്തിനാണ്? മദ്ഹ് ചെയ്യൽ. അപ്പോൾ അവിടെ മദ്ഹ് ചെയ്യൽ എന്ന് എഴുതുക. ആറാമത്തത് നന്മ ചെയ്യുക എന്ന് അർത്ഥമുള്ളത്. എന്തിനാണ്? ഇഹ്സാൻ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇഹ്സാൻ എന്ന് എടുത്തെഴുതുക. ഇനി രണ്ടാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ എന്താക്കണം? പൂർത്തിയാക്കി എഴുതണം. ഒന്നാമത്തത് അനാവശ്യ കാര്യങ്ങൾക്ക് ഡാഷ് എന്നാണ് അറബിയിൽ പറയുക. അപ്പോൾ അവിടെ നാം ചേർത്ത് കൊടുക്കാനുള്ളത് ലഗ്വ് എന്നാണ്. അനാവശ്യ കാര്യങ്ങൾക്ക് ലഗ്വ് എന്നാണ് അറബിയിൽ പറയുക. ഇനി രണ്ടാമത്തത് ശുദ്ധി ഈമാനിൻ്റെ ഡാഷ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. അപ്പം എന്താണ്? ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. അപ്പം അവിടെ പകുതിയാണ് എന്നാണ് എഴുതാനുള്ളത്. ഇനി മൂന്നാമത്തത് അഹങ്കാരം എന്നതാണ് അവിടെ എഴുതാനുള്ളത്. അഹങ്കാരം അല്പം പോലുമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ അവിടെ അഹങ്കാരം എന്നാണ് എഴുതി ചേർക്കാനുള്ളത്. നാലാമത്തത് ഖുർആൻ പഠിക്കുകയും ഡാഷ് ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. അപ്പോൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് പഠിപ്പിക്കുകയും എന്നുള്ളതാണ്. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. ഇനി അഞ്ചാമത്തത് ആകാശഭൂമികളിൽ അള്ളാഹുവിനെ കൂടാതെ ഡാഷ് ഉണ്ടായാൽ അവ നശിച്ചത് തന്നെ. അപ്പോൾ അവിടെ മറ്റു ദൈവങ്ങൾ എന്നാണ് എഴുതി കൊടുക്കാനുള്ളത്. ആകാശഭൂമികളിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങൾ ഉണ്ടായാൽ അവ നശിച്ചത് തന്നെ. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം, ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും ശരിയായിട്ടുള്ള ഉത്തരം എഴുതുക. ചോദ്യം 1, പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലണം എന്ത്? ഇപ്പോൾ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ്? അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിഹി മിന്നി വലാ ഖുവ്വ. ഇനി രണ്ടാമത്തെ ചോദ്യം, മുടിയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു എന്ത്? എന്താണ്? മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നത്. അതിനെയാണ് എന്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചത്. ഇനി മൂന്നാമത്തത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്ന മിക്ക സ്ഥലത്തും അള്ളാഹു ഉണർത്തി എന്ത്? മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. അപ്പം മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം എന്നുള്ളതാണ് അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞ മിക്ക സ്ഥലത്തും അള്ളാഹു തആല ഉണർത്തിയത്. ഇനി നാലാമത്തെ ചോദ്യം, അഹ്ലുൽ ബൈത്ത് എന്നാൽ ആര്? ആരാണ് അഹ്ലുൽ ബൈത്ത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ, സന്താനങ്ങൾ, അവിടുത്തെ മുഅ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ, ഇവർക്കാണ് എന്ത് പറയുക? അഹ്ലുൽ ബൈത്ത് എന്ന് പറയുക. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്തവർ ആര്? എൻ്റെ മേൽ
കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവർ. അപ്പൊ നബിയുടെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്തവർ. ഇനി നാലാമത്തെ ഭാഗം 2 വീതം എഴുതാം എന്നുള്ളതാണ്. ചോദ്യം 1, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചങ്ങാതിമാരായവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ. അപ്പൊ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചങ്ങാതിമാരായവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ ഏതെങ്കിലും 2 എഴുതുക. ഏതാ? ഇരുവർക്കും അർശിന്റെ തണൽ ലഭിക്കും. അവർ കൈകൊടുത്ത് സലാം പറയുമ്പോൾ അവരുടെ തെറ്റുകൾ പൊറുക്കും. ഇത് 2 എഴുതാനുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ആദം നബി അലൈഹിസ്സലാം ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ച സംഭവത്തിലെ ഗുണപാഠം എന്താണ്? ഏതെങ്കിലും 2 എഴുതുക. ഏതാ? ഗുരുവിന്റെ തൃപ്തി സമ്പാദിച്ചവർ ഇരുലോകത്തും വിജയിക്കും. രണ്ടാമത്തതോ? ഗുരുത്തക്കേട് നേടുന്നവർ ഇരുലോകത്തും പരാജയപ്പെടും. ഇതാണ് അള്ളാഹു മലക്കുകളോട് ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചതിൻ്റെ ഗുണപാഠം. ഇനി അടുത്തത്, മിക്കയാളുകളും വഞ്ചിതരായ 2 അനുഗ്രഹം ഏതൊക്കെയാണ്? 1 ആരോഗ്യം, 2 ഒഴിവ് സമയം. ഇനി അടുത്തത് 5ാമത്തെ ഭാഗമാണ്. സാരം എഴുതാം. അപ്പോൾ 2 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനെന്താക്കണം? അർത്ഥം എഴുതണം. ഒന്നാമത്തത് നോക്കാം. വമൻ നവഫ സൗബുഹു സാല ഹമ്മുഹു വമൻ ത്വാബ റീഹുഹു സാദ അഖ്ലുഹു. അർത്ഥം: വസ്ത്രം വൃത്തിയായാൽ അസ്വസ്ഥത നീങ്ങും, സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധി വർദ്ധിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തത്, അഫ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്രി. കപട വിശ്വാസികൾക്ക് ഏറ്റവും ഭാരമായി കാണുന്ന 2 നിസ്കാരങ്ങൾ ഒന്നേതാണ്? സുബഹിയും 2 ഇശാഉമാണ്. ഇനി അടുത്തത് 6ാമത്തെ ഭാഗം, ആര് ആരോട് പറഞ്ഞു എന്നുള്ളതാണ്. ഒന്നാമത്തത്, താങ്കൾ ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക. ഇലഹ്. ബാക്കി കുറച്ചുണ്ട്. അത് ആരോടാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർദാഇനോട്. ഇനി രണ്ടാമത്തത്, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു. ഇത് ആരോടാണ് പറഞ്ഞത്? അള്ളാഹു മലക്കുകളോട്. അപ്പൊ അള്ളാഹു മലക്കുകളോട് പറഞ്ഞതാണ് എന്ത്? ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു എന്നുള്ളത്. ഇനി ഏറ്റവും അവസാനത്തത് 7ാമത്തെ ഭാഗം ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. വബിഹംദിക സുബ്ഹാനക അസ്തഗ്ഫിറുക അല്ലാഹുമ്മ അഷ്ഹദു അതൂബു ഇലൈക് ഇല്ലാ അൻത അൻ ലാ ഇലാഹ. അപ്പം അത് കൃത്യമാക്കി ക്രമത്തിലാക്കി എഴുതുമ്പോൾ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് എന്ന് വരും. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.